ആലപ്പുഴ പുറക്കാട്ട് കടൽ ഉൾവലിഞ്ഞതിൽ ആശങ്ക വേണ്ടെന്ന് റിപ്പോർട്ട്. ചാകരയ്ക്ക് മുൻപുള്ള സ്വാഭാവിക പ്രതിഭാസമെന്ന് അമ്പലപ്പുഴ തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. 850 മീറ്റർ ദൂരത്ത് 50 മീറ്ററോളം ഉള്ളിലേക്ക് കടൽ വലിഞ്ഞതാണ് മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കിയത്. ഇന്നലെ രാത്രി മുതൽ പുറക്കാട് 300 മീറ്റർ ഭാഗത്ത് കടൽ ഉൾവലിഞ്ഞു തുടങ്ങി. വെളുപ്പിന് 5:30 പുറക്കാട് തീരത്ത് വടക്ക് പായൽക്കുളങ്ങര മുതൽ തെക്കോട്ട് 850 മീറ്റർ ദൂരം നീളത്തിൽ കടൽ പിന്നോട്ട് വലിഞ്ഞത്. 50 മീറ്റർ ദൂരം അകത്തേക്ക് കടൽ വലിഞ്ഞപ്പോൾ ആ ഭാഗത്ത് വലിയ ചെളിയടിഞ്ഞതാണ് കണ്ടത്. ഇത് സ്വാഭാവികമായ പ്രതിഭാസമാണെന്ന് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പ്രതിഭാസം രൂപപ്പെടുന്നത് ചെളി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെയാണ്. അത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ളവരാണ്. ആശങ്കയുണ്ടായത് സുനാമി ദുരന്തത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ വളരെ വലിയ തരത്തിലേക്ക് ഇത് ഗൗരവത്തോടെ കാണാൻ പറ്റുന്നു. കടൽ ഉൾവലിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക പരന്നു. സുനാമി ദുരന്ത സമയത്ത് ഇത്തരത്തിൽ കടൽ വലിഞ്ഞിരുന്നു. ഇതാണ് ആശങ്ക ഉയരാൻ കാരണം. കടൽക്ഷോഭ മുന്നറിയിപ്പായി കരുതി തീരത്ത് നങ്കൂരമിട്ട ബോട്ടുകളും വള്ളങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിയതിനാൽ വൻ നഷ്ടം ഒഴിവായി. ഉച്ചയ്ക്ക് ശേഷം അമ്പലപ്പുഴ തഹസിൽദാരും റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. സ്വാഭാവിക പ്രതിഭാസം എന്ന റിപ്പോർട്ടാണ് ഇവർ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. കടൽ ഉൾവലിഞ്ഞ പ്രദേശങ്ങളുടെ സമീപ തീരമേഖലയായ തോട്ടപ്പള്ളി, പുന്തല, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ കടലേറ്റവും ഉണ്ടായി. നാളെയോടെ സ്ഥിതി സാധാരണഗതിയിലേക്ക് എത്തുമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 24 ആലപ്പുഴ.